ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം, അതായത് വീക്കെൻഡ്, നമ്മളൊരു ട്രിപ്പ് പോലെ പോയായിരുന്നു. ഇവിടെ ചിക്ബല്ലാപൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ബാംഗ്ലൂരിൽ നിന്നൊരു 60 കിലോമീറ്റേഴ്സ് അടുത്തോളം ഉണ്ട്. നമ്മളെ 60 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. 60 കിലോമീറ്റേഴ്സിന് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. 60 to 70 കിലോമീറ്റേഴ്സ് അങ്ങനെ. നമ്മളെ ഇവരില്ലേ, നമ്മളെ സദ്ഗുരുവിൻ്റെ ഒരു ആശ്രമമുണ്ട് ഇവിടെ ചിക്ബല്ലാപൂരിൽ. ആദിയോഗി കോയമ്പത്തൂരിലെ സാധനമില്ലേ, കോയമ്പത്തൂരിലുള്ള ആശ്രമം അതേപോലെ എന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അവിടെ കോയമ്പത്തൂരിനേക്കാളൊരു പകുതി ഏരിയ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശനിയാഴ്ച രാവിലെ പോയി. രാവിലെ തന്നെ പോയിട്ടില്ല, ഒരു 10-10:30 പോയി. ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ തിരിച്ചു വന്നിന്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, കോയമ്പത്തൂരിൽ എനിക്ക് തോന്നുന്നു ശിവൻ്റെ ശിവലിംഗം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നാഗത്തിൻ്റെയാണ് കണ്ടത്. ഇവിടെ ചിക്ബല്ലാപൂരിൽ പോയപ്പോൾ നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ നാഗോ അതിന് ചുറ്റും ഇങ്ങനെ 4 കുഞ്ഞു നാഗോ അങ്ങനെ കണ്ടേ. അപ്പോൾ അവിടെ ശിവൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. അത്യാവശ്യം അടിപൊളിയാണ് കാണാൻ. അതേപോലെ തന്നെ മറ്റേ കോയമ്പത്തൂരിലെ ഫോട്ടോ കാണുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഭയങ്കര വലിയ സ്റ്റാച്ചു. കോയമ്പത്തൂരിലെ ഇതുവരെ പോയിട്ടില്ല. കോയമ്പത്തൂരിലെ സദ്ഗുരുവിൻ്റെ ആശ്രമത്തിലും പോയിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ പോയത്. അങ്ങനെ ശനിയാഴ്ച അങ്ങനെ പോയി. പിന്നെ ഞായറാഴ്ച ഇവിടെ നമ്മൾ കബൻ പാർക്കിൽ നടക്കാൻ പോയി. 1 മണിക്കൂറോളം നടന്നിനെന്ന് തോന്നുന്നു. നമ്മൾ 7:30 ആകുമ്പോൾ എത്തി. പിന്നെ ഒരു 8:30-9 മണി വരെ എല്ലാം എന്തായാലും നടന്നിന്. ഇടയ്ക്കെല്ലാം ബ്രേക്ക് എടുത്തിന്. പക്ഷെ എന്നാലും 1 മണിക്കൂറോളം നടന്നെന്ന് തോന്നുന്നു. ഗോളെന്ന് വെച്ചാൽ 10,000 സ്റ്റെപ്പ് കിടക്കുക. അത് കടന്ന് കിട്ടീനി. 10,000 എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും 1 മണിക്കൂർ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ശനി ഞായർ അങ്ങനെ പോയി. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അത് ഞാൻ ഇവിടെ ഇടാം, നിങ്ങളത് കണ്ടിട്ട് വാ. ഓക്കെ, ഞാനന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് വീഡിയോയിൽ, ഞാൻ ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻസ് കുറേ എന്ന് പറഞ്ഞാൽ ഒരു കണക്കൂലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് തീരുന്നതിന് മുന്നേ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇൻറ്റേൺഷിപ്പ് മെയ്യിൽ തീർന്നു. മെയ് മുതലേ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 600+ 600+ എന്തായാലും ഞാൻ ചെയ്തു കമ്പനീസ്. അതിൽ മാക്സിമം പോയാൽ ഒരു 15-20 ടെസ്റ്റ്, അതിനപ്പുറം പോയില്ല. അതിനപ്പുറം കിടക്കാൻ പറ്റിയില്ല. എന്താ പറയുക, റെസ്യൂം പ്രശ്നമായിരിക്കും. ആദ്യം ജൂണിലും ജൂലൈയിലും ഞാൻ കോളേജിലെ റെസ്യൂം തന്നെ, കോളേജിലെ പോർട്ടലിൽ ഉപയോഗിക്കേണ്ട റെസ്യൂം അതന്നെ വെച്ച് അപ്ലൈ ചെയ്തത്. പിന്നെയാണ് ഓരോ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ ATS ഫ്രണ്ട്ലി ആക്കണം. ആ പഴയ റെസ്യൂം ATS ഫ്രണ്ട്ലി പോലെ ആക്കി. പക്ഷെ അതിൽ കുറേ സ്ഥലം എന്താ പറയുക, കോളേജിൻ്റെ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ആ ഡിസൈനിൻ്റെ പ്രശ്നങ്ങളിൽ കുറേ സ്ഥലം പോകും. പിന്നെ റെസ്യൂം മാറ്റി. ജൂലൈയിൽ തന്നെ ഞാൻ റെസ്യൂം മാറ്റി. അപ്പോഴാണ് എക്സാംസ് ഒക്കെ കിട്ടാൻ തുടങ്ങി, ടെസ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി. ഒരു കമ്പനീൻ്റെ ഇൻ്റർവ്യൂ റൗണ്ട് വരെ കിട്ടി. ഫൈനൽ റൗണ്ടിൽ ഇതായിപ്പോയി ഒരു കമ്പനീൻ്റെ.
KPMG-ന്. അവരെന്തായെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു എന്താ പറയുക പൈത്തൺ ലൈബ്രറീസ് എന്തൊക്കെയോ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. ഓർമ്മയില്ല ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ അത് പോയി. ബാരലി 5 minutes ഉണ്ടായിട്ടുണ്ടാവും ഇൻ്റർവ്യൂ. 4:45 അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. 4 minute 45 സെക്കൻഡ് അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് അവിടെ കിട്ടിയ ബാക്കിയുള്ളവർ അത് വേണ്ടെന്ന് വെച്ചാൽ, കാരണം സാലറി കുറവാന്ന് അവരാദ്യം സാലറി പാക്കേജ് മെൻഷൻ ചെയ്തില്ലേനു. അപ്പോൾ അത് പാക്കേജ് കുറവാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾ ബാക്കൗട്ടാക്കി. പിന്നെ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ ലിങ്ക്ഡിനിൽ കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയെടുത്ത് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ജോബ് പോസ്റ്റിംഗ് കാണുന്ന വെച്ചാൽ നമ്മൾ മോസ്റ്റ് ഓഫ് എസ് ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നൗക്കറി അല്ലെങ്കിൽ ഇൻഡീഡ്, ഇത് ഈ 3 പ്ലാറ്റ്ഫോമും നമ്മൾ ഉപയോഗിക്കുക. ഇത് മെയിൻലി ലിങ്ക്ഡിൻ ആയിരിക്കും, പക്ഷേ നൗക്കറിയിലോട്ടും കോൾസ് വരാം. ലിങ്ക്ഡിനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ജോബ് പോസ്റ്റിംഗ് കണ്ടു എന്ന് തന്നെ വെച്ചു, അതിൽ നമ്മൾ ഒരു സാധനം കാണാൻ പറ്റും. അവിടെ ഈ എന്താ പറയുക ആക്റ്റീവ്ലി എന്താ പറയുക റിവ്യൂയിങ് ആപ്ലിക്കൻസ് എന്നോ അത് കാണാം. പിന്നെ എത്ര ആൾക്കാർ അപ്ലൈ ചെയ്തതെന്നും കാണാൻ പറ്റും. എത്ര മണിക്കൂറായി പോസ്റ്റ് ചെയ്തിട്ട് എത്ര ആൾക്കാർ അപ്ലൈ ചെയ്തു, അവരെപ്പോൾ ആക്റ്റീവ്ലി നോക്കുന്നുണ്ടോ ഇല്ലയോ. ഇതിൽ ആക്റ്റീവ് ആപ്ലിക്കൻസ്, അതായത് അപ്ലൈ ചെയ്തവർ 100ൻ്റെ മേലെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടാ. കാരണം ആ സിസ്റ്റത്തിലോട്ട് ഈ 100-ൽ 20 ആൾക്കാരെങ്കിലും അത് അവരെ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലോട്ട് കടന്നു പോയ ആൾക്കാർ 100-ൽ 20 പോയി തന്നെ വെച്ചോ. അപ്പോൾ പിന്നെ 100+ ആയാലും ഓരോ നോക്കാനൊന്നും പോകുന്നൊന്നുമില്ല ചിലപ്പോൾ തന്നെ. കാരണം ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ 100ൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ടെസ്റ്റ് റൗണ്ട്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷെ 100ൻ്റെ മേലെ ആ കൗണ്ട് കണ്ടിട്ട് ഞാൻ മൈൻഡാക്കിയില്ല. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യലുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ടെസ്റ്റ് റൗണ്ട്സ് ഒന്നും കിട്ടാറില്ല. ലാസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് സോറി ഈ പോസ്റ്റ് ഫിൽഡായി, അല്ലെങ്കിൽ സോറി നിങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ സോറി ഇപ്രാവശ്യം നമുക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങളെ കൺസിഡർ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ 100 കടന്നാൽ പിന്നെ അപ്ലൈ ചെയ്യുന്നതിൽ വലിയ അർത്ഥം ഞാൻ കാണുന്നില്ല. ചിലവർക്കത് പറ്റുമായിരിക്കും, ചിലവർക്ക് കറക്റ്റ് വരുമായിരിക്കും, പക്ഷേ ചിലവർക്ക് കിട്ടും, ചിലർക്ക് കിട്ടൂല എന്നല്ലേ. പിന്നെ കമ്പനി അലേർട്ട്സ് ഓണാക്കി വെച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കമ്പനി അലേർട്ട്സ് ഇട്ടാൽ ലൈക്ക് ഒരു കമ്പനിക്ക് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് വെച്ചോ, എന്നിട്ട് നമ്മളപ്പോൾ അപ്ലൈ ചെയ്താൽ ലാസ്റ്റ് അവർ ചോദിക്കുമായിരിക്കും, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് വേറെ ജോബ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അലേർട്ട്സ് ഓണാക്കി വെച്ചുകൂടെ. അത് ഓണാക്കി വെക്കുക. അത് ഓണാക്കി വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട റോൾസ് ചിലപ്പം വരും. നമുക്ക് ഇഷ്ടപ്പെട്ടതോ നമ്മൾ അവരുടെ എല്ലാ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുന്ന ചില റോൾസ് ഉണ്ടാവും. അതിൽ അപ്ലൈ ചെയ്യാം. ചിലപ്പം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് 10 വരുമായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് 20 വരുമായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാം ഭാഗ്യത്തിൻ്റെ കളിയാണ്. ഭാഗ്യവും സമയം ഇത് രണ്ടും നല്ലോണം മാറ്റർ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അതാ ഞാൻ മനസ്സിലാക്കി. ഭാഗ്യം വല്ലാണ്ട് കളിക്കൂ. പിന്നെ ലിങ്ക്ഡിനിൽ ചില ആൾക്കാർ തന്നെ ഉണ്ട് ജോബ് പോസ്റ്റിംഗ് ഇടുന്നവർ. അത്
ഒരാൾ തന്നെ ലൈക്ക് ഒരാൾ ഇട്ട് തന്നെ ഒരു 10 ആൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. സപ്പോസ് കോൾകോം എടുത്തെന്ന് വെച്ചോ, കോൾകോമോ അമേരിക്കൻ എക്സ്പ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും കമ്പനി സപ്പോസ് ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ടെന്ന് തന്നെ വെച്ചോ. അങ്ങനത്തെ ഒരു 5-6 കമ്പനിൻ്റെ ഓപ്പണിങ്സ് ഉണ്ടാവും. അത് ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ കോപ്പിയാക്കിയിട്ട് അവർക്ക് പൈസ കിട്ടുന്ന രീതിയിൽ, അതായത് അവർ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഈ ജോബ് ബോർഡ്സായിട്ട് ടൈപ്പ് ഉണ്ടാവും, അൺസ്റ്റോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാവും. എന്നിട്ട് അവർ അതിൻ്റെ അകത്തേക്കുള്ള ഒരു റീഡയറക്റ്റ് ലിങ്ക് വെക്കും. അപ്പോൾ അവർക്ക് പൈസ കിട്ടാനുള്ളൊരു വഴിയായി, അവർക്ക് ഫോളോവേഴ്സ് കിട്ടാനുള്ളൊരു വഴിയുണ്ട്. രണ്ടായി, പൈസയും ഫോളോവേഴ്സും. ഫോളോവേഴ്സ് കൊണ്ട് എന്താക്കാം, അവരുടെ ജോബ് പോസ്റ്റിംഗ് വെച്ച് ഇങ്ങനെ റീച്ച് കൂട്ടി ഫോളോവേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് ഉപകാരപ്പെടും, നമുക്ക് ജോബ് പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, അവർക്ക് ഉപകാരപ്പെടും, പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്, ലിങ്ക്ഡിനിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ജോബ് പോസ്റ്റിംഗ് ഇടുക, ഫോളോവേഴ്സ് ആക്കുക. ചിലതുണ്ട്, ഇത് മിക്കതും ഈ ജെന്യുവനായിട്ടുള്ള ആൾക്കാരായിരിക്കും. ലൈക്ക് അവർക്കൊരു ജോലി ഉണ്ടാവും, അവർ തന്നെ അത് ജോബ് പോസ്റ്റിംഗ് ഇടും. ചിലവരുണ്ട്, വേറെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, നമ്മൾ ഇത്ര പാക്കേജ് വേണോ, എന്നാൽ നിങ്ങളതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ജെന്യുവൻ ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ പേജസ് ഉണ്ടാവും. അതായത് അത് ഒരാൾ നടത്തുന്ന പേജായിരിക്കും, അത് അയാളുടെ അക്കൗണ്ട് അല്ല. അങ്ങനെ 2 ആളുണ്ട്. ഒന്ന് ജോലിയുള്ളവർ, ഒന്ന് ജോലി ഇല്ലാത്തവർ പക്ഷെ ഇത് ഇടുന്നത്, പിന്നെ ഒന്ന് പേജ്. 3. ചിലപ്പോൾ നമ്മൾ കണ്ടുപോയിരിക്കും, ഇവനല്ല ഇങ്ങനെ ലൈക്ക് ആർ യു എയിമിങ് ഫോർ 30+ LPA, പിന്നെ അങ്ങനത്തെ ഒരു സാധനം, പിന്നെ ഈ 5 LPA to 20+ LPA അങ്ങനത്തെ ജമ്പിന് ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ ഇതൊക്കെ ചെയ്യാം എന്നിട്ട് ചിലപ്പോൾ ഇന്ന ആളുടെ കോഴ്സസ് ചിലപ്പോൾ നല്ലതായിരിക്കും. അവരോ കോഴ്സസ് അവനെ പറ്റിയൊന്നും പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയും കാണുന്നുണ്ട് ലിങ്ക്ഡിനിൽ. ജോലിക്ക് വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ഒരു കിട്ടാനൊരു വഴി, ഒരു മാർഗം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയും ആൾക്കാർ ചിലപ്പോൾ ഈ ലിങ്ക്ഡിനിൽ ഇടക്കിടക്കൊക്കെ ഇത് വരാറുണ്ട്. ഏത്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനീസ് ജെന്യുവൻ ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കും ഒരു വെരിഫിക്കേഷൻ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതും മനസ്സിൽ ഓർത്ത് വെക്കുക. ജോബ് അപ്ലൈ ചെയ്യുന്നവർ കീപ്പ് അപ്ലൈയിങ്. സമയം വരും, എല്ലാവർക്കും ഒരു സമയം വരും, എല്ലാം ശരിയാവും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.